വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 8. അക്കാലത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരരും യേശുവിനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുക്കലെത്തുവാൻ അവർ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവർ അവനെ അറിയിച്ചു. യേശു പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആത്മീയ ബന്ധങ്ങളുടെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് ഈ പുണ്യഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് ക്രിസ്തു ജനിച്ചതും വളർന്നതും തൻ്റെ ദൗത്യം ആരംഭിച്ചതും സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതും. ഭൂമിയിൽ മാതാപിതാക്കളും കുടുംബ അംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ക്രിസ്തു വളർന്നു വന്നു. 30 വർഷത്തോളം ഒരു ഭവനത്തിൻ്റെ മുഴുവൻ ഭാരവും അറിയുകയും അനുഭവിക്കുകയും ആ ഭാരത്തോടൊത്ത് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത് കടന്നുപോയ വ്യക്തിത്വമായിരുന്നു ക്രിസ്തുവിൻ്റേത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളെ ക്രിസ്തു ആഴമായി വിലമതിച്ചിരുന്നു. ഏതൊരു കുടുംബത്തിൻ്റെയും വേദനയിലും സങ്കടങ്ങളിലും യേശു ഇടപെട്ടിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഭാരം പറയുമ്പോൾ, കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ, കുടുംബത്തിൽ എന്തെങ്കിലും നഷ്ടമോ രോഗമോ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന വലിയ ഹൃദയവ്യഥ ക്രിസ്തു തിരിച്ചറിയുകയും ഉടനെ ആ ഭവനത്തിലേക്ക് ചെന്ന് ആശ്വാസത്തിൻ്റെ തണലും സാന്ത്വനത്തിൻ്റെ സാമീപ്യവുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ക്രിസ്തു ഇതാ ഇന്ന് അമ്മ അന്വേഷിക്കുന്നുവെന്ന് പറയുമ്പോൾ, ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഈ ഉത്തരത്തിൽ തന്നെ ഉണ്ട്. അതൊരു തിരസ്കരണമല്ല, മറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് യേശു നൽകുന്ന വലിയൊരു അംഗീകാരമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ പരിപൂർണ്ണ വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവിഷ്ടം സ്വീകരിക്കുവാൻ ആത്മശരീര സമർപ്പണം ചെയ്തവളാണ് അവൾ. അതുകൊണ്ട് തന്നെ പുത്രൻ്റെ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഉൾക്കൊള്ളാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞു. കാരണം എന്തെന്നോ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യും എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ജീവിതത്തിൽ ആ നന്മയുടെ ബലങ്ങളിൽ ജീവിക്കുകയും ചെയ്തവളാണ് മറിയം. ക്രിസ്തു മറിയത്തിൻ്റേതല്ല. ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഭൂമിയിലേക്ക് നയിക്കപ്പെട്ട സ്വർഗപിതാവിൻ്റെ ഏറ്റവും മഹത്തായ കൃപയുടെ അടയാളമാണ്. അവൻ എല്ലാവരുടെയും സ്വന്തമാണ്. എന്നാൽ ഭൂമിയിൽ തന്നെ സ്നേഹിച്ചവരെ, തനിക്ക് വേണ്ടി നിലകൊണ്ടവരെ എല്ലാം ക്രിസ്തു ആദരപൂർവ്വമാണ് കാണുക. മനുഷ്യബന്ധങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ക്രിസ്തു ഭൂമിയെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തു അനുഭവിച്ച സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെ ബലങ്ങൾ കാൽവരിയോളം ക്രിസ്തു അനുഭവിക്കുകയും ആ നന്മയുടെ ബലം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടുന്ന് സംസാരിക്കുകയും ഇടപെടുകയും പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ വളരെ മനോഹരമായി ഭൂമിക്ക് വ്യാഖ്യാനിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. യേശു സുവിശേഷത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു, എല്ലാ ബന്ധങ്ങളെയും അതിശയിപ്പിക്കുന്ന ആത്മീയ ബലം നമുക്കുണ്ടാകട്ടെ. ബന്ധങ്ങൾക്കപ്പുറം സ്വർഗീയ മഹത്വവും ലക്ഷ്യവും കാണാൻ ക്രിസ്തു പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ സ്വർഗം നമുക്ക് സ്വന്തമായി നൽകിയിരിക്കുന്നവരെ സ്നേഹിക്കുവാൻ, സംരക്ഷിക്കുവാൻ ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് ക്രിസ്തു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ആദരപൂർവ്വം കാണാം. ശുശ്രൂഷയുടെ പേരിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താതിരിക്കാം. എന്നാൽ എല്ലാറ്റുപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന പ്രേക്ഷിത ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുവാനും വേണ്ട ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.